ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേരുടെ ശത്രുവായി മാറിയ ഒരാൾ, അച്ഛനമ്മമാരുടെ വിവാഹ ദിവസം തന്നെ തന്റെ ജനനത്തെ ഓർത്ത് അവരുടെ സമാധാനം കെടുത്തിയ ഒരാൾ, 6 സഹോദരങ്ങളുടെയും വിയോഗത്തിന് കാരണക്കാരനായ ആള് ജനിച്ചതോ ഒരുപാട് അപവാദങ്ങളും പേറിയിട്ട്, ജനിച്ചതോ കാരാഗൃഹത്തിൽ, ജനിച്ച ഉടനെ പെറ്റമ്മയുടെ അടുത്തു നിന്നും മാറ്റപ്പെട്ടു, അതും വർഷങ്ങളോളം. ലാളനകൾ വാങ്ങേണ്ട പ്രായത്തിൽ കൊല്ലാൻ വന്നത് ഒന്നല്ല, അനവധി പേർ. അമ്മാവനെ കൊന്നവനെന്ന അപഖ്യാതി വേറെ. അതിനിടയിൽ മനസാ വാച അറിയാതെ സ്യമന്തകം കട്ട കള്ളൻ എന്ന പേരും വീണു. രാജാവിന്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച 16,008 സ്ത്രീകളെ സമൂഹം പുറന്തള്ളിയപ്പോൾ അവരെ രാജ്ഞിമാരുടെ പദവി നൽകി ഏറ്റവും വലിയ നവോത്ഥാന മാതൃക കാണിച്ചതിന് പഴികേൽക്കേണ്ടി വന്നവൻ, താൻ ജനിച്ച യാദവകുലം മുഴുവൻ തമ്മിൽ തല്ലി നശിക്കുന്നത് കാണേണ്ടി വന്നവൻ, ഇടയ്ക്ക് ദ്വാരകയിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടതായും വന്നു. ഇത്രയൊക്കെയായിട്ടും ഒരു തുള്ളി കണ്ണുനീർ മനോഹരമായ ആ കണ്ണുകളിൽ നിന്ന് വീണതായിട്ട് ഭാഗവതം പറയുന്നില്ല. ആകെ കണ്ണു നിറഞ്ഞതായി പറയുന്നത് കുചേലനെ കണ്ടപ്പോഴാണ്. അതും സന്തോഷം കൊണ്ട് അശ്രുക്കൾ വന്നതാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. Download ShareChat.